ഇതുവരെ പോകാത്തൊരു സ്ഥലത്തേക്ക് അവനെ സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോകാൻ പോവാണ് കേട്ടോ. ഞാനും അങ്ങോട്ട് വർഷങ്ങളായി പോയിട്ട്. അപ്പോൾ ഈ ബർത്ത്ഡേയുടെ ഉടുപ്പൊക്കെ എടുത്തിട്ട് റെഡിയായി ഞങ്ങൾ ഇറങ്ങി ജങ്കാറ് കയറിയാണ് കേട്ടോ പോകുന്നത്. ആദ്യമായിട്ടാണ് കുഞ്ഞപ്പൻ ജങ്കാറ് കയറാൻ പോകുന്നത്. അങ്ങനെ അവിടെ നിന്ന് നല്ല തിരക്കായിരുന്നു. ഒരു കുർക്കുറെ സർബത്തൊക്കെ വാങ്ങിപ്പിച്ചു. നോക്കുമ്പോൾ എൻ്റെ ആ ടൈറ്റാനിക് പോലെ ഒരു ജമണ്ടൻ കപ്പൽ പോണ്. ഇവിടെ നിന്ന് നോക്കിയിട്ടേ കപ്പലിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് ഉറുമ്പും കുഞ്ഞുങ്ങളെ പോലെ തോന്നുന്നു. അങ്ങനെ ജങ്കാറ് കയറി ഞങ്ങൾ വൈപ്പിൽ ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് കുറേ ദൂരം പോകണമായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നെ അത്ര നേരം ബൈക്കിലിരുന്ന് എൻ്റെ നടു ഒടിഞ്ഞ്. കുഞ്ഞപ്പനാണെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ച ആ കുർക്കുറെ തിന്നാൻ പറ്റാത്ത സങ്കടത്തിലാണ്. അങ്ങനെ കുഴുപ്പുള്ളി ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. അവിടെ എത്തിയപ്പോൾ അവിടെ ഇറങ്ങി കുഞ്ഞപ്പൻ കുർക്കുറെ നിന്നു. അവിടെ ഒരുപാട് കാറ്റാടി മരങ്ങളുണ്ട്. അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു. ഒരാൾക്ക് 120 രൂപ, ചെറിയ പിള്ളേർക്കാണെങ്കിലും. അങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങൾ കയറി. കരയിൽ നിന്ന് നോക്കിയപ്പോൾ ഞാൻ ഓർത്ത് സിമ്പിളായിട്ട് നടന്നു പോയിട്ട് തിരിച്ചു വരാമെന്ന്. പക്ഷേ എൻ്റെ പൊന്നെ കാണുന്ന പോലെ അല്ല കേട്ടോ. ഈ തിരമാല വരുന്നതിനനുസരിച്ച് ഈ ബ്രിഡ്ജ് കിടന്ന് അങ്ങോട്ട് ആടി ഉലയും. പിള്ളേരെ മുറുക്കി പിടിച്ചോളണമെന്ന് അവർ പറഞ്ഞതാണ്. പക്ഷേ കുഞ്ഞപ്പൻ എന്നെയാണ് മുറുക്കി പിടിച്ചത്. എനിക്കായിരുന്നു കേട്ടോ പേടി മുഴുവനും. നല്ല പ്രായമായ ആൾക്കാർ വരെയും കയറുന്നുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അവിടെ ഒരു ജീപ്പ് കണ്ടിട്ട് കുഞ്ഞപ്പൻ ആ ജീപ്പിൽ കയറണമെന്ന് പറഞ്ഞു. ഒരാൾക്ക് 150 രൂപയാണ് ആ ജീപ്പിൽ കയറാൻ. കൂടെ ഒരു മോനും കയറിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞപ്പനെ സഹായിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചെറായി ബീച്ചിലേക്ക് വിട്ടു. എൻ്റെ പൊന്നെ അവിടെ ചെന്നപ്പോഴുള്ള കാഴ്ചകളൊക്കെ വേറെ ലെവലാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. ഇന്ന് തന്നെ വീഡിയോ ഇടാം.